ഫാമിലിയോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അതായത് ജനിക്കുമ്പോൾ തൊട്ട് ഒരു 15 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അത്രയുള്ള കുഞ്ഞുങ്ങൾക്ക് അവിടെ നോർമൽ വെയിറ്റ് എന്ത്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നോർമൽ വെയിറ്റ് എന്താണ്, മാക്സിമം വെയിറ്റ് എന്താണ്, ഓരോ മാസത്തിലും എത്രയാണ് വേണ്ടത്. അപ്പോൾ ഒരു വെയിറ്റ് ചാർട്ടുമായിട്ടാണ് ഇത് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഇത് വളരെ റിക്വസ്റ്റഡ് ആണ്. ഒത്തിരി ആൾക്കാർ ഞാൻ ആ വെയിറ്റ് ഗെയിനിങ് ഫുഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് എന്നോട് ആൾക്കാർ പറയുന്നതാണ്, ചേച്ചി ഒന്ന് വെയിറ്റ് ചാർട്ട് ഇടൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് വേഗം തന്നെ ഇത് ഇടാം എന്ന് കരുതി. അപ്പോൾ ഞാൻ വെയിറ്റ് ചാർട്ട് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഒന്നും കൂടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഞാൻ വെയിറ്റ് ഗെയിനിങ്ങിൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആര്, ഞാനത് പറഞ്ഞിട്ട് പോലും പിന്നെ ആൾക്കാരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ആരും കുഞ്ഞുങ്ങൾക്ക് വണ്ണമില്ല എന്നോർത്ത് ഒരു വിഷമവും വേണ്ട. ഞാൻ ഒന്നുകൂടെ പറയാം, നമുക്ക് വേണ്ടുന്ന കുഞ്ഞുങ്ങൾക്ക് വെയിറ്റാണ്. അതാണ് അവർക്ക് ഹെൽത്തി ആക്കുന്നത്. എത്ര പറഞ്ഞിട്ട് ആൾക്കാർ പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക, ചേച്ചി ശരീരത്തിൽ ഒന്നും കാണാനില്ല, എന്താ ചെയ്യുക, എന്ത് ഭക്ഷണം കൊടുക്കേണ്ടതെന്നൊക്കെ. നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് അവർക്ക് വണ്ണം വെക്കാനല്ല, നമുക്ക് വേണ്ടുന്ന അവർക്ക് ശരീരം ഹെൽത്തി ആവാനാണ് ഹെൽത്തി ഫുഡ് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കുഞ്ഞിന് കുറേ വണ്ണമുണ്ട്, പൊണ്ണത്തടി ഉണ്ട്, പക്ഷെ അവർക്ക് വേണ്ടുന്ന വെയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് എപ്പോഴും അസുഖം വന്നുകൊണ്ടേയിരിക്കും. അവർക്ക് അവരുടെ ബോഡി ഒട്ട് ഹെൽത്തി ആയിരിക്കില്ല. എന്നാൽ അതേ സമയത്ത് കുഞ്ഞുങ്ങൾ മെലിഞ്ഞിരുന്നോട്ടെ, അവർക്ക് പാകത്തിനുള്ള നോർമൽ ആയിട്ടുള്ള വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒരു മാസങ്ങൾ പിടിക്കുകയില്ല. ഇനി ഇൻ കേസ് പിടിച്ചാൽ തന്നെ പെട്ടെന്ന് അത് മാറിപ്പോക്കോളൂ. അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡിയാണ് വേണ്ടത്, അല്ലാണ്ട് വെറും പൊണ്ണത്തടിയല്ല വേണ്ടത്. നിങ്ങൾ ആ കാര്യമൊന്നും മനസ്സിലാക്കും. എൻ്റെ കുഞ്ഞിന് തടിയില്ല എന്ന് പറഞ്ഞാൽ ആരും ദയവേത് വിഷമിക്കല്ലേ. ചിലരിങ്ങനെ എൻ്റെ കുഞ്ഞിന് വണ്ണമില്ല എന്നും പറഞ്ഞുകൊണ്ട് അതിന് കഴിക്കാൻ പറ്റുന്നതിൻ്റെ ഇരട്ടി ഫുഡ് എടുത്തിട്ട് കഴിപ്പിക്കുന്നത്. കുഞ്ഞു മെലിഞ്ഞിരിക്കുന്ന കണ്ടില്ല, അവിടെ എല്ല് പൊങ്ങി ഇവിടെ എല്ല് പൊങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ നിർബന്ധിച്ച് കഴിപ്പിച്ചുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം അത് ഓവർ വെയിറ്റ് ഒക്കെ ആയി പോകും. കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ള അവരുടെ പ്രായത്തിലുള്ള അവർ കഴിച്ചോളും. അതിന് നിങ്ങൾ വെയിറ്റ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക, ഓരോ പ്രായത്തിലുള്ള വെയിറ്റ് അവർക്ക് നോർമൽ ആണോ എന്നുള്ളത്. അത് നോർമൽ ആണെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ വെറുതെ വിടുങ്ങനെ കഴിപ്പിച്ച് അവരെ കൊല്ലരുത്. ഓക്കെ, അപ്പം ഞാൻ വെയിറ്റ് ചാർട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഇതൊന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് നമ്മുടെ FB പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം, നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഞാൻ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ഇപ്പം ഞാനൊന്ന് പറഞ്ഞു വിടുകയാണ് നിങ്ങൾക്ക്. അപ്പം എന്തെങ്കിലും റെഫർ ചെയ്യണമെങ്കിൽ അതിനകത്ത് കൂടെ നോക്കി ചെയ്യാം. അപ്പോൾ ജനിക്കുമ്പം, അതായത് ഇപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിൻ്റെ ആദ്യം ആൺകുട്ടികൾ പിന്നെ പെൺകുട്ടികളുടെ ആട്ടോ ഞാൻ പറയുന്നത്. ആൺകുട്ടികൾക്ക് വേണ്ടുന്നത് മിനിമം വെയിറ്റ് എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾക്ക് 2.5 2.5 കിലോ അല്ലെങ്കിൽ 2.5 കിലോ, മാക്സിമം എന്ന് പറയുന്നത് 4,300. ഗേൾസിനാണെങ്കിൽ മിനിമം വേണ്ടത് 2,400, മാക്സിമം 4.2. ഒരു മാസമുള്ള കുഞ്ഞിന് വേണ്ടുന്നത് ബോയ്സിന് മിനിമം എന്ന് പറയുന്നത് 3.4, മാക്സിമം എന്ന് പറയുന്നത് 5.7. ഗേൾസ് ആണെങ്കിൽ മിനിമം 3.2, മാക്സിമം 5.4. 2 മാസമുള്ള കുഞ്ഞാണെങ്കിൽ ബോയ്സ് മിനിമം 4.4, മാക്സിമം 7. ഗേൾസ് ആണെങ്കിൽ മിനിമം 4, മാക്സിമം 6.5. 3 മാസമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ മിനിമം 5.1, മാക്സിമം 7.9. ഗേൾസ് ആണെങ്കിൽ മിനിമം 4.6, മാക്സിമം 7.4. കിലോഗ്രാം ആട്ടോ ഞാൻ പറയുന്നത്. 4 മാസമുള്ള കുഞ്ഞാണെങ്കിൽ മിനിമം 5.6, മാക്സിമം 8.6. ഗേൾസ് ആണെങ്കിൽ മിനിമം 5.1, മാക്സിമം 8.1. 5 മാസമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ബോയ്സ് മിനിമം 6.1, മാക്സിമം 9.2. ഗേൾസ് ആണെങ്കിൽ 5.5, മാക്സിമം 8.7. 6 മാസമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ബോയ്സ് മിനിമം 6.4, മാക്സിമം 9.7. ഗേൾസ് മിനിമം 5.8, മാക്സിമം 9.2. 7 മാസമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ബോയ്സ് മിനിമം 6.7, മാക്സിമം 10.2. ഗേൾസ് മിനിമം 6.1, മാക്സിമം 9.6. 8 മാസമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ബോയ്സ് മിനിമം 7, മാക്സിമം 10.5. ഗേൾസ് ആണെങ്കിൽ മിനിമം 6.3, മാക്സിമം 10. 9 മാസമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ബോയ്സ് മിനിമം 7.2, മാക്സിമം 10.9. ഗേൾസ് മിനിമം 6.6, മാക്സിമം 10.4. 10 മാസമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ബോയ്സ് മിനിമം 7.5, മാക്സിമം 11.2. ഗേൾസ് മിനിമം 6.8, മാക്സിമം 10.7. 11 മാസമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ മിനിമം 7.7, ബോയ്സ് ആണ്, മിനിമം 7.7, മാക്സിമം 11.5. ഗേൾസ് മിനിമം 7, മാക്സിമം 11. 12 മാസമുള്ള കുഞ്ഞ്, അതായത് 1 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ
ഓക്കെ മിനിമം 7.8 ഇല്ല 8 to 11 മാക്സിമം ഗേൾസ് 8 മിനിമം മാക്സിമം എന്ന് പറയുന്നത് 11.8 or 12 വരെ പോവാം. ഗേൾസിൻ്റെ കാര്യത്തിൽ 7.1 മാക്സിമം 11.3 അല്ലെങ്കിൽ 11 അത്രയൊക്കെ പോയാൽ മതി. ഇനി 1 വയസ്സുള്ള കുഞ്ഞിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി 2 വയസ്സുള്ള കുഞ്ഞിൻ്റെ കാര്യം ബോയ്സ് മിനിമം 10 മാക്സിമം 15, ഗേൾസ് മിനിമം 9 മാക്സിമം 15. ദെൻ 3 വയസ്സുള്ള കുഞ്ഞ് മിനിമം ബോയ്സ് മിനിമം 11 മാക്സിമം 18, ഗേൾസ് മിനിമം 11 മാക്സിമം 18. 4 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ ബോയ്സ് മിനിമം 13 മാക്സിമം 21, ഗേൾസ് മിനിമം 12 മാക്സിമം 21. 5 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ ബോയ്സ് മിനിമം 14 മാക്സിമം 25, ഗേൾസ് മിനിമം 13 മാക്സിമം 25. 6 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ ബോയ്സ് മിനിമം 15 മാക്സിമം 28, ഗേൾസ് മിനിമം 14 മാക്സിമം 29. 7 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ മിനിമം 16 മാക്സിമം 33, ഗേൾസിൻ്റെ കാര്യത്തിൽ മിനിമം 15 മാക്സിമം 33. 8 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ മിനിമം 17 മാക്സിമം 39, ഗേൾസിൻ്റെ കാര്യത്തിൽ മിനിമം 17 മാക്സിമം 38. 9 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ ബോയ്സ് മിനിമം 19 മാക്സിമം 45, ഗേൾസ് മിനിമം 18 മാക്സിമം 43. 10 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ മിനിമം ബോയ്സ് മിനിമം 21 മാക്സിമം 52, ഗേൾസ് മിനിമം 21 മാക്സിമം 49. 11 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ ബോയ്സ് മിനിമം 22 മാക്സിമം 58, ഗേൾസ് മിനിമം 23 മാക്സിമം 56. 12 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ ബോയ്സ് മിനിമം 25 മാക്സിമം 67, ഗേൾസ് മിനിമം 26 മാക്സിമം 62. 13 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ ബോയ്സ് മിനിമം 27 മാക്സിമം 72, ഗേൾസ് മിനിമം 29 മാക്സിമം 67. 14 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ മിനിമം 30 ബോയ്സ് ആണേ മിനിമം 31 മാക്സിമം 78, ഗേൾസ് മിനിമം 31 മാക്സിമം 70. 15 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ ബോയ്സ് മിനിമം 35 മാക്സിമം 83, ഗേൾസ് മിനിമം 33 മാക്സിമം 72. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞ് ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോട്ടോ അടക്കം ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർക്കാം. ഇനി ആരും ചേച്ചി എൻ്റെ കുഞ്ഞിന് ഇത്ര മാസമായി ഇത്ര വെയിറ്റ് ഒക്കെ നോർമലാണോ എന്ന് ചോദിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആൻസറുമായിട്ട് ഈ വീഡിയോ കൊണ്ട് ഞാൻ എത്തിക്കഴിഞ്ഞു. ഒന്നും കൂടെ ഞാൻ പറയുന്നു, നിങ്ങൾ കുഞ്ഞുങ്ങളുടെ വണ്ണത്തിനെ ഓർത്ത് ടെൻഷൻ അടിക്കരുത്. കുഞ്ഞുങ്ങളുടെ വെയിറ്റ് അത് മാത്രം ഓർത്ത് നിങ്ങൾ ചിന്തിക്കുക. നമുക്ക് അതാണ് നോർമൽ ആവേണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പം ആ ഫുഡുകൾ ഞാൻ പറഞ്ഞ ഫുഡുകൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം വെയിറ്റ് ഗെയിനിങ്ങിനായിട്ട്. അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.